ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നമനവും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ജീവിത വിജയം നേടുന്നതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ളവരും അല്ലാത്തവരും ഇക്കൂട്ടത്തിലുണ്ടാകാം. ഒന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിത വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഈശ്വര കടാക്ഷത്തോടു കൂടി നമുക്ക് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ആഗ്രഹങ്ങൾ സാധിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. തൊടുകുറി ശാസ്ത്രത്തിലൂടെ പലതും നിങ്ങൾക്ക് അനുഭവിച്ചതും നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇതേയും പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. സ്ക്രീനിൽ 2 ചിത്രങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ആ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏത് ചിത്രമാണോ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കാനായി പറയുന്നത് ആ ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനു പിന്നിൽ നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ പിന്നിലുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ ഏതു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും അതിൻ്റെ 2 വശങ്ങളും ആലോചിച്ചതിന് ശേഷമേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാകുമോ എന്നുള്ളൊരു ശങ്ക നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ മുതിരാറില്ല. നിങ്ങളെ അടുത്തറിയാത്തവർക്ക് നിങ്ങൾ തൻ്റേടി എന്നും അഹങ്കാരി എന്നൊക്കെയുള്ള അഭിസംബോധന ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ വളരെയധികം സ്നേഹസമ്പന്നരും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരും തമാശയ്ക്ക് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് നിങ്ങൾ. ഈശ്വരവിശ്വാസിയാണെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഈശ്വരനെ മറന്ന് പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ. ശാന്ത സ്വഭാവമാണ് ഇവരുടേത്. കാര്യങ്ങളെ വളരെ ഗൗരവമായി മിതമായ രീതിയിൽ സമീപിക്കുന്നവരാണ് ഇവർ. അടുക്കും ചിട്ടയും ഇവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. ജീവിത വിജയത്തിനു വേണ്ടി മരണം വരെയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ചില സന്ദർഭങ്ങളിൽ ആത്മവിശ്വാസക്കുറവ് നിങ്ങളിൽ കാണാറുണ്ട്. ചില സമയങ്ങളിൽ ശങ്കയോടുകൂടി കാര്യങ്ങളെ നേരിടുവാനും കാര്യങ്ങളെ അടുത്തറിയാനുമാണ് നിങ്ങൾ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും കൃത്യമായ ചിട്ടയോടുകൂടി ചെയ്തു തീർക്കാൻ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കാറില്ല. എല്ലാ കാര്യങ്ങളും സ്വന്തം കണ്ണിലൂടെ വിശകലനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് എന്തു തോന്നുന്നു എന്നതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാറില്ല. സ്വന്തമായ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്നിരുന്നാലും പരോപകാരികളായിരിക്കും. മറ്റുള്ളവർക്ക് ഏത് സമയത്തും തന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരായിരിക്കും നിങ്ങൾ. ഒറ്റയ്ക്കിരുന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി കാടുകയറി ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളുമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വലിച്ചിടുക എന്നൊരു പ്രകൃതവും നിങ്ങൾക്കുണ്ട്. വളരെ കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം തീർച്ചയായും നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യ സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ശരിയായ രീതിയിലായിരുന്നോ എന്ന ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എടുത്ത പല തീരുമാനങ്ങളും നിങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടെ ആയിരുന്നില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരുടെ പ്രേരണ മൂലമോ അവരുടെ തീരുമാനങ്ങൾക്കനുസൃതമായോ ആയിരിക്കാം നിങ്ങൾ പല തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഒരു കാലത്ത് ഒരുപാട് സുഖത്തോടെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ.
എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. പ്രധാനമായി നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഒരു ലക്ഷ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നടന്നു കിട്ടുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. എങ്കിലും അതിനെ മറികടക്കാനായി നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. തികഞ്ഞ ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപാടുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ. ഒരുപക്ഷെ ചിലപ്പോൾ പൂർവജന്മത്തിലെ കർമ്മഫലം കൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നിങ്ങൾ കാരണക്കാരാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയും നിങ്ങൾ ഉറപ്പായും മറികടക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല അവസരങ്ങളും വസ്തുക്കളും ആളുകളും ഒക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ്. കുറച്ചു സമയം കൂടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വ്യക്തികൾ മൂലം നല്ല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ജീവിതത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് പല കാര്യങ്ങളും ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എങ്കിലും ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഒരു സാഹചര്യവും ഇത് തന്നെയാകാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒരു പക്ഷേ ഇനിയും ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരാനിടയുണ്ട്. എങ്കിലും അവിടെയൊന്നും തളരാതെ വിചാരിച്ച കാര്യങ്ങൾ മിക്കതും നേടിയെടുക്കുമെന്ന വാശിയോടെ തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ കഷ്ടപ്പാടിനും പ്രയത്നത്തിനുമൊക്കെയുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അവസരം കിട്ടുമ്പോൾ ചതിക്കുവാനും ഒറ്റപ്പെടുത്തുവാനുമൊക്കെ ശ്രമിക്കുന്നവരായിരിക്കാം. നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന പലർക്കും നിങ്ങളോട് മനസ്സിൽ വിരോധമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. എല്ലാവരിൽ നിന്നും ഒരകലം പാലിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏതു കാര്യം ചെയ്യുന്നതിന് മുൻപേ വേണ്ട രീതിയിൽ 1-2 തവണ ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എതിർത്ത് നിൽക്കുവാനുള്ള മനോബലവും തൻ്റെടവും ഒക്കെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തിയെയും ചിന്തകളെയും ഒരിക്കലും നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി പ്രസരിപ്പിക്കുന്ന ആളുകളിൽ നിന്നും കഴിവതും ഒഴിവായി നിൽക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുക. മനസമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഈശ്വരാധീനം നല്ല പോലെയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങളായാലും കാര്യങ്ങളായാലും അത് എവിടെയും തട്ടാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഇതാണ്